Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of types of speculators. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. സ്പെക്കുലേറ്റേഴ്സിന് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ ബുൾ ഓർ തേജിവാലാസ്. ബുൾ ഓർ തേജിവാലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാം കാളയുടെ സ്വഭാവം എന്താ? താഴ്ന്ന് ഉയരത്തിലേക്ക് ചാടുകയാണ് ചെയ്യുക. ഉയരത്തിലേക്ക് ഉയർന്ന് ചാടുകയാണ് ചെയ്യുക. ഇങ്ങനെ കുമ്പിട്ടിട്ട് മേലേക്ക് ചാടുക. അതാണ് അവിടെ പറയുന്നത്. അവരുടെ പ്രൈസ് കുറവായിരിക്കും, പക്ഷെ പ്രൈസ് കൂടുമെന്ന് വിചാരിച്ച് ഷെയർസ് ബൈ ചെയ്യുകയോ ഹോൾഡ് ചെയ്യുകയോ വെക്കും ഇത്തരം സ്പെക്കുലേറ്റേഴ്സ്. എന്നിട്ട് പ്രൈസ് ഷോർട്ട് സമയത്തിനുള്ളിൽ, ഒരു വിത്തിൻ എ ഷോർട്ട് പീരീഡിനുള്ളിൽ ഈ ഷെയറിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ആ ഷെയർ കണ്ട് വിൽക്കുകയാണ് ചെയ്യുക. വാങ്ങിച്ച ഷെയർ വിൽക്കും. അതുവരെ അത് വാങ്ങിച്ചു കൂട്ടും, എന്നിട്ട് ഷെയർ കണ്ട് വിൽക്കും. അതിന് പറയുന്ന പേരാണ് ബുൾ ഓർ തേജിവാലാസ്. ബുൾ ഈസ് എൻ ഓപ്പറേറ്റർ ഹു ബൈസ് ഓർ ഹോൾഡ് ഷെയർസ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് റൈസ് ഇൻ പ്രൈസസ്. അവരുടെ എക്സ്പെക്ടേഷൻ ഓർ അവരുടെ ബിലീവ്സ്. ദ സ്പെക്കുലേറ്റർ ബിലീവ്സ് ദാറ്റ് ദ റൈസ് ഇൻ പ്രൈസസ് ഓഫ് ദി സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് റൈസ് ഇൻ പ്രൈസസ് ഓഫ് ദി സെക്യൂരിറ്റീസ് ആൻഡ് സെല്ലിങ് ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ് ഇൻ ഫ്യൂച്ചർ. അവരത് ഫ്യൂച്ചറിൽ ഹയർ പ്രൈസിന് വിൽക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഹൈ പ്രൈസ് ആകുമ്പോൾ വിൽക്കും. അതാണ് തേജിവാലാസ് ഓർ ബുള്ള് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് മന്തിവാലാസ് ഓർ ബിയർ. എന്താണ് മന്തിവാലാസ് ഓർ ബിയർ? ബിയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് അറിയാം കരടി മുകളിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് ചെയ്യുക. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? മേലെ കൂടെ ചാടി വരും. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രൈസ് കുറയുമെന്ന് വിചാരിച്ചിട്ട് ഷെയർ വിൽക്കുകയാണ് ചെയ്യുക. എന്താണ്? ഭാവിയിൽ ഷെയറിൻ്റെ വാല്യൂ കുറയുമെന്ന് വിചാരിച്ചിട്ട് ആ ഷെയർ വിൽക്കുക. മറ്റേ നമ്മളുടെ ബിയറിൻ്റെ ബിയർ എന്ന് പറയുന്നത് ബുള്ളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവിടെ ശ്രദ്ധിക്കുക, ബുള്ളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബിയർ. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ കുറയുമെന്ന് വിചാരിച്ച് ഈ ഷെയർ വിൽക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഷെയർ ഇവരുടെ കയ്യിലുണ്ടാവണമെന്നില്ല. മനസ്സിലാക്കാം, ഈ ഷെയർ ഉണ്ടാവില്ല. T+2 സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. T+2 സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുക. അങ്ങനെ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെയറും ഡെലിവർ ചെയ്യണം, അതേപോലെ തന്നെ പ്രൈസും ഡെലിവർ ചെയ്യണം. പ്രൈസ് ആരാണോ വിൽക്കുന്നത് അയാൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ ഷെയർ ഇല്ലാണ്ട് ഇവരെങ്ങനെ വിൽക്കുക? അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഷെയർ വാങ്ങിച്ചതായിട്ട് കാണിച്ചിട്ട് ആ ഷെയർ വാങ്ങിച്ചതായിട്ട് റെക്കോർഡിൽ കാണിക്കും. ആക്ച്വലി ഷെയർ ഇവരെ കയ്യിലുണ്ടാവില്ല. ഷെയർ വിറ്റതായി കാണിക്കും. ഷെയർ വാങ്ങിച്ചതല്ല, ഷെയർ വിറ്റതായി കാണിക്കും. അപ്പോൾ ഇത് ഷെയർ വാങ്ങിച്ച ഒരാൾ വാങ്ങിച്ചു വെക്കും. 2 ദിവസം കഴിഞ്ഞ് ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായ? 2 ദിവസം കഴിഞ്ഞാൽ ഈ ഷെയർ ആരാണോ വാങ്ങിച്ച് ആ ഇൻവെസ്റ്ററിന് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ 2 ദിവസത്തിനുള്ളിൽ ഷെയർ എന്ത് ചെയ്യണം? ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വിറ്റു, ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഈ ഷെയറിനെ വാങ്ങിച്ച് കയ്യിൽ വെക്കും. മനസ്സിലായി? മാർക്കറ്റിൽ നിന്ന് ഈ ഷെയറിനെ അവർ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടാണ് ആ ഷെയറാണ് കൊടുക്കുക. ആക്ച്വലി ഇവർ വിൽക്കണത് ഇവരെ കയ്യിലുള്ള ഷെയർ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് ഷോർട്ട് സെല്ലിംഗ് എന്നാണ്. മനസ്സിലായോ? ഇവരെ കയ്യിലില്ലാത്ത ഷെയറിനെ വിൽക്കുന്നതിന് കൊണ്ട് ഇതിന് പറയുന്ന പേര് ഷോർട്ട് സെല്ലിംഗ്. അപ്പോൾ ഇങ്ങനെ കയ്യിലില്ലാത്ത ഷെയർ വിറ്റുകൊണ്ട് ഇവരെന്ത് ചെയ്യാം? 2 ദിവസത്തിനുള്ളിൽ ഈ ഷെയർ അവരെ കയ്യിലേക്ക് വരും. കാരണം ഇവർ വിചാരിച്ചിട്ടുള്ളത് എന്താ? കുറഞ്ഞ പ്രൈസ് ആവും എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ 2 ദിവസം കഴിഞ്ഞാൽ അവർ ആ ഷെയർ വാങ്ങിക്കും. പക്ഷേ ചില സമയത്ത്, എല്ലാ സമയവും ഒരുപോലെ അല്ല, ചില സമയത്ത് ഈ ഷെയറിൻ്റെ പ്രൈസ് ഒരിക്കലും കുറയൂല. കുറഞ്ഞിട്ടില്ലെങ്കിൽ പണി പാളിപ്പോയി. അപ്പോൾ
ഇവർക്ക് നഷ്ടത്തിന്റെ മുകളിൽ നഷ്ടമായി. സ്പെക്കുലേഷൻ നടത്തിയത് ഇത് സ്പെക്കുലേഷനാണ്. അവർക്ക് നഷ്ടത്തിന്റെ മുകളിൽ നഷ്ടമായി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ പറയുന്നത് കൊണ്ടാണ് ഞാനത് പറയാതെ വെച്ചുപോയി. നഷ്ടത്തിന്റെ മുകളിൽ നഷ്ടമായി. കാരണം അവർക്ക് എന്ത് കിട്ടില്ല, അവര് ഷെയർ ചോദിച്ച ആൾക്ക് കിട്ടാതെ പോകുന്നു. ഷെയർ ചോദിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റാതെ പോകൂലേ. അപ്പം അത് അവിടെ ഉണ്ടായി, അവിടെ അവർക്ക് ശരിക്കും ക്ലിയറിങ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതവർക്ക് ബാഡായി. അതിൻ്റെ പിന്നെ അവരെന്തിലേക്ക് പോവുകയാണ്, ബാങ്ക്രപ്സി ആയി അവരെ പ്രശ്നക്കാരായിട്ട് കണക്കാക്കുകയാണ്. അതൊക്കെ അതുകൊണ്ട് തന്നെ ഇവർ മന്തിവാലാസാണ്, ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ബിയർ ആൻഡ് മന്തിവാലാസ് എന്ന് വിളിക്കുന്നു. മനസ്സിലായ? ദ കൗണ്ടർ പാർട്ട് ഓഫ് എ ബുൾ ഈസ് എ ബിയർ. ബുള്ളിന്റെ കൗണ്ടർ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ബിയർ. എ ബിയർ എക്സ്പെക്ട് പ്രൈസ് ടു ഡിക്ലൈൻ ആൻഡ് സെൽ ഷെയർസ് വിച്ച് മേ നോട്ട് ഓൺ. എന്താണ് എ ബിയർ എന്ന് പറയുന്നത്? എന്താണ്, അയാള് പ്രൈസ് കുറയുമെന്ന് വിചാരിച്ച് ഷെയർ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. പക്ഷേ ദി ഷെയർ ഹി മാൻ നോട്ട് ഓൺ. അയാളുടെ കയ്യിലുണ്ടായിരിക്കണമെന്നില്ല. കയ്യിലുണ്ടെങ്കിൽ വിറ്റോട്ടെ, കുഴപ്പമില്ല, അത് നോ പ്രോബ്ലം. കയ്യിലില്ലാണ്ട് വിറ്റാലാണ് സ്പെക്കുലേറ്റർ ആവണത്. ഹിസ് ഇൻറ്റൻഷൻ ഈസ് ടു ബൈ ദോസ് ഷെയർസ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. അയാളുടെ ഇൻറ്റൻഷൻ എന്താണ്, ഈ ഷെയർ തന്നെ 2 ദിവസത്തിനുള്ളിൽ വാങ്ങിച്ചിട്ട് 3ൻ്റെ അന്ന് സെറ്റിൽമെൻറ്റ് കൊടുക്കുമ്പോഴത്തേനും കൊടുക്കാമെന്നാണ് അയാളെ വിചാരം. when the prices decline then square up the transaction with the profit. അപ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായി, ട്രാൻസാക്ഷൻ്റെ പ്രോഫിറ്റ് സ്ക്വയർ അപ്പ് ആയി. മനസ്സിലായ? സെല്ല് ചെയ്ത പ്രൈസും കിട്ടി, ബൈ ചെയ്തിട്ട് ഉള്ള പ്രൈസ് പ്രോഫിറ്റും കിട്ടി. അതാണ് അവിടെ സ്ക്വയർ അപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ദെൻ ദിസ് ആക്ടിവിറ്റീസ് ജനറലി റെഫർ ടു ആസ് സെല്ലിംഗ് ഷോർട്ട്. ഇതിനെ പറയുന്ന പേരാണ് സെല്ലിംഗ് ഷോർട്ട്, ഷോർട്ട് സെല്ലിംഗ്. എ ബിയർ ഈസ് ഓൾസോ നോൺ ആസ് മന്തിവാലാസ്. അതുകൊണ്ടാണ് ഇവരെ പറയുന്നത് മന്തിവാലാസ്. എ സ്പെക്കുലേറ്റീവ് ഡീൽ ജനറലി ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ബുൾ ആൻഡ് ബിയർ. അതാണ് ഒരു സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ബുൾ ആൻഡ് ബിയർ. ബുള്ളിൻ്റെയും ബിയറിൻ്റെയും ഇടയിൽ നിന്നിട്ടാണ് ഒരു സ്പെക്കുലേറ്റർ ആക്ട് ചെയ്യുക. അതർ സ്പെക്കുലേറ്റേഴ്സ് ആർ. ഇനി അതർ സ്പെക്കുലേറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. അതർ സ്പെക്കുലേറ്റേഴ്സ് സ്റ്റാഗ്. ഒന്ന് സ്റ്റാഗ് ആണ്. എന്താണ് സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ? സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂ നടത്തിയ ഷെയർസ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് വിറ്റിട്ട് ക്യാഷ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ, പ്രൈമറി മാർക്കറ്റിൽ പോയി കളിക്കുന്ന ആൾക്കാരാണ് സ്റ്റാഗ്. അതായത് ഒരു കമ്പനി ഒരു ഷെയർ ന്യൂ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഷെയർ വാങ്ങിക്കുന്നു, എന്നിട്ട് അത് പ്രോഫിറ്റിന് വിൽക്കുക. അതാണ് സ്റ്റാഗ്. ഇറ്റ് ഈസ് എ പേഴ്സൺ ഹു അപ്ലൈസ് ഫോർ ന്യൂ ഇഷ്യൂ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് സെല്ലിങ് ഇറ്റ് അറ്റ് എ പ്രീമിയം ലേറ്റർ. ഭാവിയിൽ അവർ പ്രീമിയത്തിന് ഈ ഷെയർ കൊടുക്കാമെന്ന് വിചാരിച്ച്, സെല്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ന്യൂ ഇഷ്യൂന് ഷെയർസ് വാങ്ങിച്ചു കൂട്ടുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സ്റ്റാഗ്. സ്റ്റാഗ് ഫോളോസ് ദ സെയിം അപ്രോച്ച് ആസ് ബുൾ ആൻഡ് ദേ വർക്ക് ഇൻ എ ഗ്രേ മാർക്കറ്റ്. ഇത് സെയിം ആസ് ബുള്ളാണ്. ബുള്ള് എന്ന് പറയുമ്പോൾ നമ്മൾ ബുള്ളിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേജിവാലാസ്. ബുള്ള് തേജിവാലാസ് അവരുടെ പണി എന്താ? ഷെയർ മാർക്കറ്റ് ഉയരുമെന്ന് വിചാരിച്ച് ഷെയർസൊക്കെ ബൈ ചെയ്യുകയും ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അത് വിൽക്കുകയാണ് ചെയ്യുക. അതേപോലെ ഇവർ ന്യൂ ഷെയർ ഒരു കമ്പനി പുതുതായി ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഷെയർസൊക്കെ വാങ്ങിച്ചു വെക്കുന്നു. ദെൻ അത് ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് മൊത്തമായിട്ടാണ്ട് വിറ്റ് കൊടുക്കും. കാരണം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടും, പ്രൈസ് കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യണ മുന്നേ തന്നെ ചിലപ്പോൾ വിൽക്കും. ലിസ്റ്റ് ചെയ്യണ മുന്നേ ഈ കമ്പനീൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വിൽക്കുക. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. സ്റ്റാഗിൻ്റെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ അവരെ പറയുന്ന ഗ്രേ മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ എന്നാ പറയാ. ദേ വർക്ക് ഇൻ ഗ്രേ മാർക്കറ്റ്.
ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഗ്രേ മാർക്കറ്റ് ഡീലർ എന്ന്. ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നത്. അത്തരം ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ന്യൂ ഇഷ്യൂവിനെ ഡീൽ ചെയ്യുന്നെങ്കിൽ അതെന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. സ്റ്റാഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത്തരം സ്പെക്കുലേറ്റേഴ്സിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് വോൾവ്സ് ആണ്. നെക്സ്റ്റ് വോൾവ്സ്, അത് സ്പെക്കുലേറ്റർ തന്നെയാണ്. വോൾവ്സിനെ കുറിച്ച് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. എന്താ വോൾവ്സ് എന്ന് പറഞ്ഞാൽ? വോൾവ്സ് എന്ന് പറഞ്ഞാലും ദർ ആർ എ ബ്രോക്കർ ഹു ആർ ഫാസ്റ്റ് സ്പെക്കുലേറ്റേഴ്സ് ആണ്. അവർ ഫാസ്റ്റായിട്ട് പൈസ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ്. ഫാസ്റ്റ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാൻ കാരണം ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്. ദേ ആർ വെരി ക്വിക്ക് ടു പെർസ്യൂ ചേഞ്ചസ് ഇൻ ദ ട്രെൻഡ്സ് ഓഫ് മാർക്കറ്റ് ആൻഡ് ട്രേഡ് ഫാസ്റ്റ് ആൻഡ് മേക്ക് പ്രോഫിറ്റ്. അതായത് അവർ പെട്ടെന്ന് എന്ത് പെർസീവ് ചെയ്യും? മാർക്കറ്റ് ട്രെൻഡ് പെർസീവ് ചെയ്യുകയും ദെൻ അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്യുകയും ചെയ്യുക. വെരി ക്വിക്ക്ലി മേക്ക് എ പ്രോഫിറ്റ്. എന്താണ് വെരി ക്വിക്കായിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന പാർട്ടീസാണ്, സ്പെക്കുലേറ്റേഴ്സാണ് വോൾസ് എന്ന് പറയുന്നത്. ദേ ആർ ഫാസ്റ്റ് സ്പെക്കുലേറ്റേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ലെയിം ഡക്ക്. എന്താണ് ലെയിം ഡക്ക് എന്ന് പറഞ്ഞാൽ? ലെയിം ഡക്ക് എന്ന് വിളിക്കാൻ കാരണം ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് സെല്ലിംഗ് പറഞ്ഞില്ലേ, ബിയറിഷിൽ, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെ ഒബ്ലിഗേഷൻസ് ഒന്നും ഇവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയണില്ല എങ്കിൽ അത്തരം സ്പെക്കുലേറ്റേഴ്സിനെ പറയുന്ന പേരാണ് ലെയിം ഡക്ക് എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് നമ്മളുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഷെയർ വിറ്റിട്ട് ആ ഷെയറിൻ്റെ പ്രൈസ് കൊടുക്കാൻ കഴിയുകയും അല്ല, സെക്യൂരിറ്റീസ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുകയോ മറ്റോ ചെയ്യണമെങ്കിൽ അത്തരം ആൾക്കാരെ പറയാൻ നമുക്ക് ലെയിം ഡക്ക് എന്ന് തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ സെക്യൂരിറ്റീസ് വിറ്റുണ്ട്, പക്ഷെ അവർക്ക് ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ, ഇപ്പോൾ T+2 ആണ് നമ്മളുടെ സെറ്റിൽമെൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. ആ സെറ്റിൽമെൻറ്റ് ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? സെക്യൂരിറ്റീസ് ആർക്ക് കൊടുക്കണം? സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് എത്തിച്ചു കൊടുക്കണം. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് പൈസയും തരും. പക്ഷേ നമുക്ക് ആ 2 ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ദ പേഴ്സൺ ഹു കാണ്ട് മീറ്റ് ഹിസ് ഒബ്ലിഗേഷൻസ്, അയാളുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലെയിം ഡക്കായി എന്ന് പറയാം. മനസ്സിലായ? അതും ഇവിടെ എന്താന്ന് നോക്കാം. എ ബിയർ മെ നോട്ട് ബി ഏബിൾ ടു സെറ്റിൽ ഹിസ് പാർട്ട് ബിക്കോസ് ഓഫ് സ്കേഴ്സിറ്റി ഓർ നോൺ അവൈലബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിയർ എന്ന് പറയുന്ന ആൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? കയ്യിലില്ലാത്ത സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാണ്? മാർക്കറ്റിൽ വിൽക്കുകയാണ്. ആക്ച്വലി കയ്യിലില്ലാത്ത സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വിൽക്കുകയാണ്. പക്ഷേ ആ സെക്യൂരിറ്റീസ് അയാൾക്ക് ഇൻവെസ്റ്റേഴ്സിന് എത്തിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്കേഴ്സിറ്റി അവിടെ അനുഭവപ്പെടും. അതായത് നോൺ അവൈലബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ് അനുഭവപ്പെടും. ദെൻ വെൻ the other party insists on delivery on that stipulated date, a beer becomes a lame duck. വെൻ അതർ പാർട്ടിക്ക് നമ്മൾക്ക് ഡെലിവറി ഡേറ്റിന് അത് ഈ ഡെലിവറി നടത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മൾ ബിയർ എന്ന് പറയുന്നത് ലെയിം ഡക്കായി തീരുകയും നമ്മൾ ബാങ്ക്രപ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ബാങ്ക്രപ്റ്റ് ആയിട്ട് അവർ നമ്മളെ മാറ്റും. നമുക്ക് പിന്നെ ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റൂല. അത്തരം സ്പെക്കുലേറ്റേഴ്സ് ആണ് ലെയിം ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലെയിം ഡക്കിൻ്റെ അവസ്ഥ. ലെയിം ഡക്ക് ആവാതിരിക്കാൻ ഏതെങ്കിലും മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ലെയിം ഡക്ക് ആവാതിരിക്കാൻ നോക്കുക. നമ്മളുടെ കോൺട്രാക്റ്റ് ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാണ്ട് കൊണ്ടുപോവാണെങ്കിലൊക്കെ ഇപ്പോൾ T+2 സെറ്റിൽമെൻറ്റ് ഡേയ്സിനുള്ളിൽ നമ്മളെല്ലാ ഡെലിവറിയും പേയ്മെൻറ്റും എന്താക്കണം? കൃത്യമായിട്ട്
കൊടുക്കണം. അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള പോസ്റ്റ്പോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റേർണലി ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക. അല്ലെങ്കിൽ അതർവൈസ് നമ്മൾ ആയിരിക്കും, നമ്മൾ ഒരു ബ്രോക്കർ എന്ന നിലയിൽ ഭയങ്കര ഫ്ലോപ്പായി മാറും. നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ബ്രോക്കർ എന്നുള്ള ഒരിത് കിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.